ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലഗോണാന്ന് 7 ഉള്ളി എടുത്തിന്, 4 തക്കാളി, അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, 11 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ബൾബ് വെളുത്തുള്ളി, ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി. ഇനി അതുപോലെ തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ വയ്ക്കുക, ഉള്ളി അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് വഴറ്റുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റും മല്ലിച്ചപ്പും ചേർത്തിട്ട് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ സമയത്ത് തന്നെ ഒരു വലിയ പുളിനാരങ്ങൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ചേർത്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഗരം മസാല, ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. എന്നിട്ട് നമുക്ക് അടച്ചിട്ട് ഒരു 11 വിസിൽ വേവിച്ചെടുക്കുക. ചിലർ പറയും വേഗം വേവുമെന്ന്, എനിക്കറിയില്ല എങ്ങനെയാണ് വേവുന്നതെന്ന്. ഇത് കുറച്ച് വേവുള്ള പോലെയാണ് തോന്നിയത്. ഇനി ആ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് എല്ലാ ഉള്ളി ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. മസാലയിലേക്ക് 3 ഉള്ളി മാറ്റി വെച്ചിട്ട് അത് വഴറ്റിയിട്ട് വേറെ തന്നെ എടുക്കണം, ഒന്ന് പൊരിച്ചെടുക്കണം. ഇതാ നമുക്ക് ചോറും ആ സമയത്ത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചോറിൻ്റെതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഇത് നമ്മൾ കുറുമ ഇവിടെ റെഡിയായിന്. അതിലേക്ക് പൊരിച്ച സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഈ പരുവത്തിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ചോറ് ദമ്മിടാം. ചോറും ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ കുറച്ച് ചോറ് അടിയിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇട്ടിട്ട് പിന്നെ ഫുൾ മസാല ഒന്ന് നിരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സമയത്ത് അതിൻ്റെ മുകളിൽ ബാക്കി ചോറ് നമ്മൾ എടുത്ത് വെച്ചൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും അതുപോലെ തന്നെ പൊരിച്ച ഉള്ളിയും ചേർത്ത് കൊടുക്കുക, കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കുക. ഇതാ നമ്മൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണേ.